ബിഗ് ബോസ് സീസൺ 7 മലയാളം ഇന്ന് സെപ്റ്റംബർ 10 ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ അത് ഇപ്പോൾ നടന്ന ലൈവിലത്തെ കാര്യമുണ്ടോ പറയണത്, നമ്മുടെ അനുമോളയിലെ ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും ചേർന്ന് ശരിക്കും അങ്ങോട്ട് ഒറ്റപ്പെടുത്തുകയാണ് കേട്ടോ. ഇത്രയും നാളെ എപ്പിസോഡ് കണ്ടപ്പോൾ നമുക്ക് തോന്നിയിരുന്നത് അനുമോൾ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അഭിനയിക്കുകയാണെന്നാണ്. പക്ഷേ ഇന്നലത്തെ എപ്പിസോഡും അതേപോലെ ഇന്നിപ്പോൾ ലൈവ് അപ്ഡേറ്റ് കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് ശരിക്കും തോന്നുന്നുണ്ട് നമ്മുടെ ലാലേട്ടൻ കൊടുത്ത ഒരു ഡോസ് അനുവിനെ ശരിക്കും ബാധിച്ചിട്ടുണ്ട് കേട്ടോ. അനുവിൻ്റെ ആ ഒരു എനർജി എവിടേക്കോ പോയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇന്നലത്തെ പെർഫോമൻസിലാണെങ്കിലും അനു അത്ര അങ്ങോട്ട് നന്നായിട്ട് പെർഫോം ചെയ്തെന്നൊന്നും എനിക്ക് തോന്നിയില്ല. സോ അത് തന്നെ പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവരും അനുമോളെ കുറ്റപ്പെടുത്തണത്. അതായത് ഇന്ന് ലൈവ് അപ്ഡേറ്റിൽ നമ്മുടെ ഇവർക്കൊക്കെ കോയിൻസ് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ബിഗ് ബോസ് ലിവിങ് ഏരിയയിൽ ഇവരെ ഇരുത്തിയിട്ട് പറയാണ്, ഈ ഒരു കോയിൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആരെങ്കിലും കൊടുക്കാം, ഇത് പണിപ്പുര ടാസ്കിൻ്റെ ഭാഗമാണ്. അപ്പോൾ കോയിൻസ് കയ്യിലുള്ളവരായിരിക്കും പണിപ്പുരയിലേക്ക് പോവാന്ന് പറയാം. അപ്പോൾ ആർക്ക് വേണമെങ്കിലും കോയിൻസ് കയ്യിലുള്ളവർക്കും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. പക്ഷേ ഒരാൾ പോലും അനുവിന് ഈ പറഞ്ഞ കോയിൻസ് കൊടുത്തില്ല എന്നുള്ളതാണ് ശരിക്കും അതിശയപ്പെടുത്തണത് കേട്ടോ. അനുമോള് എല്ലാവർക്കും അറിയാം, അനുമോൾക്ക് നല്ല സപ്പോർട്ടാണ് പുറമേ എന്നുള്ളത്. പക്ഷേ ഈ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം അനുമോൾ ആരും തന്നെ അവിടെ മൈൻഡ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രവീൺ അവിടെ പോയിരുന്നു അനുമോളുടെ അടുത്ത് വർത്താനം പറയുന്നുണ്ട് കേട്ടോ. പൊതുവേ അനുമോൾ ശരിക്കും അവിടെ ഒതുങ്ങിയ പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അനുമോൾക്ക് ആരും തന്നെ കോയിൻസ് കൊടുത്തില്ല. അവിടെ ഒനീലിൻ്റെ ഗ്യാങ്ങൊക്കെ കൂടി ഇരുന്ന് സംസാരിക്കുന്ന ടൈമിൽ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആർക്ക് കോയിൻ കൊടുത്താലും അനുമോൾക്ക് കൊടുക്കില്ല, അത്രയും മോശം പെർഫോമൻസ് ആയിരുന്നു, ഇതിനൊക്കെ ആരെങ്കിലും കോയിൻ കൊടുക്കാൻ തോന്നുമോ എന്നുള്ള രീതിയിലുള്ള സംസാരം കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊന്നും പോരാണ്ട് ജിഷിൻ വേറെയും കുറേ ട്രിഗർ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെ ചുറ്റിയിരുന്ന് ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും. പാവം അനുമോൾ ഭയങ്കര വിഷമിച്ചാണ് അവിടെ ഇരിക്കുന്നത്. കഴിഞ്ഞ വീക്കിലൊക്കെ നമ്മൾ കണ്ടതാണ്, അനുമോളെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ അപ്പം തന്നെ അത് സംസാരിച്ച് തീർത്തിരിക്കും, നന്നായിട്ട് തന്നെ സംസാരിക്കും. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ പാവം തോന്നി കേട്ടോ. എനിക്ക് തോന്നുന്നു വൈകാതെ തന്നെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് അനുമോളെ വിളിച്ചിട്ട് കുറച്ച് ഉപദേശവും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ചാൻസ് ഉണ്ട്, പഴയ അനുമോളെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂട്ടാ. ബൈ.